നമസ്കാരം. നമശിവായ. ഞാൻ കെ നമ്പൂതിരിയാണ്. ഇന്ന് ഉപാസനകളിൽ ഏറ്റവും കേമേതാന്ന് ചോദിച്ച ഒരാളെന്നോട് ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ അത് ശിവശക്തി ഉപാസന തന്നെയാണ്. സർവ്വതിനും മൂലമായി നിൽക്കുന്ന മഹാദേവൻ്റെയും മഹാശക്തിയുടെയും ഉപാസന. അതിന് അദ്ദേഹം എന്നോട് പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. 2 പത്നീഭാവമുള്ളവനാണ് മഹാദേവൻ, 5 ശിരസ്സുള്ളവനാണ് എന്നൊക്കെ. അതിന് ആൾക്ക് കൊടുത്ത മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിങ്കള നാഡീ സങ്കല്പത്തെയാണ് പത്നിയായിട്ട് കണക്കാക്കണം. മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെ വരുന്ന ചക്രങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടും നമ്മുടെ ശരീരത്തിലുള്ള നവദ്വാരങ്ങളിലെ പ്രധാനപ്പെട്ട 5 ദ്വാരങ്ങളെയും അതിന് പഞ്ചഭൂതങ്ങളായി ബന്ധപ്പെടുത്തിയും 5 ശിരസ്സായി കണക്കാക്കിയും പ്രപഞ്ചത്തെ ഒന്നായി കണ്ടാണ് മഹാദേവനിൽ ഉപാസിക്കുന്നത്. പലരും കാളിയായിട്ട് ഉപാസിക്കുന്ന മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുന്നു. ചിലർ വിനായകനെ സങ്കല്പിച്ച് പൂജിക്കുന്നു, അതും മഹാദേവനിൽ നിന്നുണ്ടായതാണ്. ഇനി വേദത്തിൻ്റെ പൊരുളായിട്ട് സുബ്രഹ്മണ്യൻ ഉപാസിക്കുന്നു, അതും മഹാദേവനിൽ നിന്നുണ്ടായതാണ്. സർവ്വത്തിലും ചലനം ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യണമെങ്കിൽ ശക്തിയുടെ സഹായം വേണമെന്നും ആ ശക്തിയും മഹാദേവനിൽ നിന്നുണ്ടായതാണ്. ശിവശക്തി സംഗമമാണതെല്ലാം. പൊതുവെ അർദ്ധനാരീശ്വരൻ, ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തെയാണ് ചിന്താമണിയായി കണക്കാക്കപ്പെടുന്നത്. പ്രപഞ്ചത്തിൽ പെട്ടെന്ന് നമുക്ക് നശിപ്പിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിദ്ധി കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ശൈവോപാസകർക്കാണ്. ആ ശൈവോപാസകരെ പിന്നീട് എന്തെങ്കിലും തരത്തിൽ നശിപ്പിക്കണമെങ്കിൽ ശത്രുവും ശൈവോപാസന നടത്തി മഹാദേവനെ പ്രീതിപ്പെടുത്തണം. മറ്റാരും വിചാരിച്ചാലും എളുപ്പത്തിൽ നടക്കില്ല. നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. എന്താണ്? മാന്ധാതാവ് പ്രീതിപ്പെടുത്തി കൊണ്ടുവന്ന കൈ കിട്ടിയ ശിവലിംഗം ഇരിക്കുന്ന സ്ഥാനത്ത് ശ്രീഭദ്രകാളിയും ശിവനും ശ്രീപാർവതി ഇരിക്കേണ്ടി വന്നു. രാവണൻ മഹാദേവനെ സ്തുതിച്ച് നേടിയ വരങ്ങളോടുകൂടി രാവണ സംഹാരത്തിന് എന്താണ് ചെയ്തത്? ശ്രീരാമനും മഹാദേവ പൂജ തന്നെയാണ് ചെയ്തത്. അപ്പോൾ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും ശിവശക്തി പൂജ തന്നെയാണ് ഏറ്റവും ഉത്തമം. പൂർവികമായ ആരോട് ചോദിച്ചാലും എല്ലാവരും ചെയ്തിരുന്നത് എന്താണ്? ശൈവപൂജ തന്നെയാണ്, ശിവശക്തി പൂജ തന്നെയാണ്. പിന്നീട് അത് മാറി ചിന്തിച്ചു എന്ന് മാത്രം. ഹരിയും ഹരനും ഒന്ന്, അറിയാത്തവർ വായിൽ മണ്ണ് എന്ന് പണ്ട് തമിഴർ പറഞ്ഞിട്ടുണ്ട്. സുദർശന ചക്രം കിട്ടാനായിട്ട് 1000 താമരപ്പൂ കൊണ്ട് താമരക്കണ്ണൻ ഭജിച്ചതും മഹാദേവനെ തന്നെയാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ പല അവതാരങ്ങളെയും മഹാദേവന് ഇത്ര പ്രിയമാവുന്നതും ആ ലീലകൾ കണ്ട് രസിക്കാൻ മഹാദേവന് ഇഷ്ടമുണ്ടാവുന്നത്. നാരീശക്തി കേമമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് മഹാദേവൻ പല ലീലകളും ആടി ദേവിയെ കൊണ്ട് അസുരന്മാരെ സംഹരിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്തത്. മഹിഷിയോട് കൂടിയിട്ടാണ് അസുരശക്തികൾ പലതും സ്ത്രീ രൂപങ്ങളിലേക്ക് മാറ്റം പ്രാപിച്ചത്. ലോകരക്ഷയ്ക്കല്ല, ലോകനാശത്തിനാണ്. അപ്പോഴും അത്തരം ശക്തികൾ ഉണ്ടായാൽ പോലും എല്ലാ പെണ്ണുങ്ങളും അസുരശക്തിയാണെന്നല്ലോട്ടെ ഞാൻ പറഞ്ഞത്. ആ അസുരിക ചൈതന്യങ്ങൾ അവരിലും ഇറങ്ങി വരുന്നുണ്ട് ഇപ്പോൾ. അത് തീരാനും ശൈവോപാസന തന്നെയാണ് നല്ലത്. കാരണം മറ്റു പലരിലേക്കും എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്ത എത്തിച്ചു കൊടുക്കുക എന്നുള്ള രൂപങ്ങളൊക്കെ ഈ ആസുരശക്തികളാണ് ചെയ്തു വയ്ക്കുന്നത്. കുടുംബം കലക്കാനും മറ്റുള്ളതിനൊക്കെ പ്രവർത്തിക്കുന്ന ആസുരശക്തികളാണ്. അത് പെട്ടെന്ന് ബാധിക്കുന്ന സ്ത്രീകളെയാണ്. കാരണം അവരുടെ മനസ്സ് വളരെ ലോലമാണ്. അതുകൊണ്ട് അവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനും അവരെ മുഖാന്തരം ആഗ്രഹത്തെ നശിപ്പിക്കാനും സാധിക്കുന്നു. അതൊക്കെ ഉണ്ടാവാതിരിക്കാനായിട്ട് കൊടുങ്കാളിയെ ഭജിക്കുമ്പോൾ കൊടുങ്കാളി എന്താ ചെയ്യുന്നത്? നല്ലശനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാവിഷ്ണുവിനെ നമ്മളൊരു ആവശ്യത്തിന് ഭജിക്കുമ്പോൾ മഹാവിഷ്ണു എന്താ ചെയ്യുന്നത്? നമശിവായ ശിവശിവാന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തിയെ ഭജിച്ചാൽ ശക്തിയും ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഓം നമശിവായ എന്നാണ്. ഗണപതി തന്നെ എന്താണ്? വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞ് ശിവശക്തിയാണ് വലം വെച്ചത്. ജ്ഞാനത്തിൻ്റെ പൊരുളെന്നറിയപ്പെടുന്ന സുബ്രഹ്മണ്യനും പിതാവെന്ന് സങ്കല്പിച്ച് പൂജിക്കുന്നത് മഹാദേവനെയാണ്. സൃഷ്ടിയുടെ നാഥനായ ബ്രഹ്മാവ് ഒരു തലയറുത്ത ബ്രഹ്മാവിൻ്റെ അഹങ്കാരം തീർത്തതും മഹാദേവൻ തന്നെയാണ്. ആദിയും അന്തവുമില്ലാത്ത ശിവലിംഗ രൂപത്തിൽ നിലനിൽക്കുന്നത് മഹാദേവൻ തന്നെയാണ്. ആ മഹാദേവ പൂജ തന്നെയാണ് ശിവനും ശക്തിയും ഉള്ളിലേക്ക് ലയിച്ചിരിക്കുന്നു എന്നാണ്.
ഉഗ്രകർമ്മങ്ങൾക്കും അതുപോലെ തന്നെ ശത്രുദോഷ നിവാരണത്തിനും നമ്മൾ പ്രാർത്ഥിക്കുന്ന നരസിംഹമൂർത്തിയിലേക്ക് ശൈവ നരസിംഹമാകുന്ന ശരഭം കൂടി ലയിച്ചതാണ് നരസിംഹമൂർത്തി. അപ്പോൾ ശൈവ വൈഷ്ണവ സംഗമമാണ് നരസിംഹസങ്കല്പം. അതിനേക്കാളും 1000 ഇരട്ടി ശക്തി കൂടിയതാണ് ദേവീ സങ്കല്പത്തിലുള്ള പറയുന്ന പ്രത്യങ്കര അഥർവണ ഭദ്രകാളി എന്നുള്ളത്. അതും മഹാദേവനിൽ നിന്നുണ്ടായതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പൊതുവായി തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, നമുക്ക് നന്മ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശിവനെ ഭജിക്കുക, മഹാദേവൻ്റെ തൃപ്പാദങ്ങളിൽ അഭയം തേടുക. അപ്പോൾ തന്നെത്താനെ നമുക്ക് ഉയർച്ചയുണ്ടാവും. സർവം ശിവാർപ്പണമസ്തു.